ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പം ഞങ്ങൾ ഇന്ന് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിപ്രിയ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലക്ഷ്മിപ്രിയയുടെ പിന്നെ ഹസ്ബൻഡിനാണ് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് അമ്മ ചക്കു ഹായ് പറ. ചക്കു വരുന്നുണ്ട് കേട്ടോ, ചക്കുക്കൂട്ടനും വരുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയാണ് നമ്മളെ റെസ്റ്റോറൻറ്റിലേക്ക് കഴിക്കാനായിട്ട് വിളിച്ചേക്കുന്നത്. ചേട്ടന് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾ വരും എന്നുള്ള കാര്യം. ചക്കു സേ ഹായ്. ഹായ്. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോ അങ്കിളിനോട് എന്ത് പറയും? ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ ദീപയുടെ ആണ് കേക്ക് പറഞ്ഞിരിക്കുന്നത്. ദീപ കേക്ക് റെഡി ആക്കിയിട്ടുണ്ട്, സ്ട്രോബെറി ഫ്ലേവർ ആണ്. അപ്പോൾ അവിടെ പോയി കേക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് അരിപ്പാന്ന് പറയുന്ന എറണാകുളത്തുള്ള റെസ്റ്റോറൻറ്റിലേക്കാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു. മതി വൈ യമ്മിയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഏകദേശം അരമണിക്കൂർ ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ പണി തന്നു എല്ലാ ദിവസവും ഇതുവരെ വരുന്നത്. ഞങ്ങൾക്കിപ്പോൾ സെർവ് ചെയ്തോ? പിന്നെ സദ്യ വന്നിട്ട് പ്യൂർ വെജിറ്റേറിയൻ സദ്യയായിരുന്നു. അതിലേക്ക് നമ്മുടെ സ്പെഷ്യലായിട്ട് ഞങ്ങള് ബർത്ത്ഡേ ബോയിനെ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഞങ്ങൾ എന്തായാലും കഴിക്കുക, വിശന്നിട്ട് സഹിക്കാൻ വയ്യ. ഞങ്ങൾ കഴിക്കുക. മാധു ഹായ് പറഞ്ഞ എല്ലാവർക്കും. ഇത് ആര് വാങ്ങിച്ചെന്ന ഡ്രസ്സാ ഇട്ടേക്കുന്നേ മാധു? ഇത് ആന്റി വാങ്ങിച്ചെന്ന ഡ്രസ്സാണോ? ഇഷ്ടമായോ? ഇഷ്ടമായോ മാധുവിന്? ആരെ പോലെയുണ്ട്? ഹായ് പറഞ്ഞ ഹായ് ഗൈസ്. എല്ലാവരോടും ചക്കു ആന്റി എടുത്തരാ കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു പ്രോപ്പറായിട്ട്. അപ്പോൾ ജയേഷേട്ടന് ഞങ്ങളിങ്ങനെ ഉച്ചയ്ക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ പോകുന്നുള്ള കാര്യമൊന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് കഴിഞ്ഞപ്പോൾ ആളെന്തോ തിരക്കിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വിളിച്ചു വരുത്തി. പക്ഷെ വരാൻ വൈകി. അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ വിശന്നുകൊണ്ട് ഞങ്ങളങ്ങ് സദ്യ കഴിച്ചു തുടങ്ങി. ആന്റി കൊടുക്കുന്നതിലുള്ള കൗതുകത്തിന്റെ പുറത്ത് കഴിക്കുന്നതാണ്. അതെ, എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അതല്ല ചേട്ടൻ വിശക്കുണ്ടോ? ചേട്ടൻ സദ്യ കഴിക്കുന്നത്. അതെ, തിരിച്ചു വന്ന് ഓഫായി പോകും. ഈ സാധനം ബാറ്ററിയുടെ കാര്യം നമ്മൾ സ്ഥിരം കടയുണ്ടോ? അപ്പോൾ അവിടെ ചെന്ന് നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ബാറ്ററി മാറ്റാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഓഫാവും. അങ്ങനെ ചെയ്തുകൊണ്ട് Is it a soft strawberry? Happy birthday. അയ്യോ കെയർഫുൾ. ചേട്ടാ ഇങ്ങോട്ട് വായോ. ഇത് പിടിക്കും. വീഡിയോ എടുത്തപ്പോ കൊള്ളാം. വാ, ഇവിടെ ഒന്ന് എടുക്കാം. ഇത് നല്ല ഭംഗിയുണ്ട്. നല്ലായിരുന്നല്ലേ? നല്ല സദ്യയായിരുന്നല്ലേ? സദ്യയായിരുന്നു. സ്പെഷ്യാലിറ്റി എന്താന്ന് വെച്ചാല് 365 ദിവസവും ഇവിടെ നമുക്ക് സദ്യ കിട്ടും. അതാണ് ഹൈലൈറ്റ്. ബർത്ത്ഡേക്ക് ഒരു സദ്യ കഴിക്കണം എന്നാണല്ലോ എല്ലാവർക്കും ആഗ്രഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു ഒക്കേഷനിലൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് പോരാ, ഇവിടെ അരിപ്പയില് സദ്യ ഉണ്ടാവും. അത് നല്ല കാര്യമല്ലേ? നമ്മൾ വെറുതെ അതിന് വേണ്ടി കഷ്ടപ്പെടണം. അതെ ഈ എന്താ പറയാ, ഇങ്ങനത്തെ ഇതൊക്കെ സെലിബ്രേറ്റ് ചെയ്യണമെന്നും അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുകയൊക്കെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴും ചിലരും വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഇതൊക്കെ വെച്ച് കഴിഞ്ഞാലേടാ എല്ലാം ഫ്രിഡ്ജിനകത്ത് ഇങ്ങനെ ബാലൻസ് ആവുന്നതുകൊണ്ട്
അത് ഇഷ്ടമില്ലാത്തോണ്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങ് സമർപ്പിക്കും നമ്മള്. ഓണത്തിന് വെച്ച സദ്യ മറ്റേ എന്താ 3-ാം ഓണം കഴിഞ്ഞാലും തീരില്ല. വേണ്ട നേരെ പോയാൽ മതി കേട്ടോ, നേരെ പോയാൽ മതി. മതിയാ മതി. അയ്യോ കൊണ്ട ഇതൊക്കെ ഇപ്പോഴും ഇതൊക്കെ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ ഉള്ളൂ, ഇതൊന്നും വളർന്നില്ല. ഏട്ടാ അവിടെ ഇതുണ്ടോ ഏട്ടാ, ടിഷ്യൂ പേപ്പർ ഉണ്ടോ നോക്കുമ്പോ? അല്ല ഫ്രണ്ടിലുണ്ട്. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങള് ലഞ്ചൊക്കെ കഴിച്ച് നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഇവിടെ കുർത്തി ടൈൽസിന്റെ ഓൺലൈൻ ഞങ്ങൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ വിചാരിച്ചു ഇവിടെ വരാമെന്ന്. അങ്ങനെ നമ്മുടെ ഈ ഷോപ്പിന്റെ ഓണർ റിൻസി ഇവിടെ ഉണ്ട്. റിസ്നി, സോറി, എന്റെ ഫ്രണ്ട് ഒരു റിൻസി ഉണ്ടായിരുന്നു, അതുകാരണം എന്റെ വായിൽ റിൻസി, അല്ലാതെ നാക്കിന്റെ കുഴപ്പം കൊണ്ടല്ല റിസ്നി. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. എന്തായാലും ഇന്ന് ഇവിടെ വരാൻ പറ്റി. അപ്പോൾ ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവർക്കിടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അല്ലേ, ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് ഇവർക്ക് ഷിപ്മെന്റ് ഉണ്ട്. സോ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം, വീട്ടിൽ ഇരുന്നിട്ട് തന്നെ ഓർഡർ ചെയ്യാൻ, ഇങ്ങോട്ട് ഷോപ്പിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. വെബ്സൈറ്റ് ഉണ്ട്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. www.kurtitails.com എന്നാണ് നമ്മുടെ വെബ്സൈറ്റ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താലും നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ കളക്ഷൻ ഷോപ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാലാരിവട്ടം നമ്മുടെ ഹോളിഡേ ഇൻ ഹോട്ടലില്ലേ, അതിന്റെ തൊട്ടടുത്തായിട്ടാണ് വരുന്നത്. ആ സെയിം സൈഡിൽ തന്നെയാണ്, സർവീസ് റോഡ് കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം, എല്ലാം റീസണബിൾ പ്രൈസ് ആണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ഡെയിലി വെയേഴ്സ് ആയിട്ട് നമ്മുടെ സ്ത്രീകൾക്കൊക്കെ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്ന സ്ത്രീകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുർത്തീസാണ്. അപ്പൊ ഇനി നമുക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പം സൈസ് വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് മീഡിയം വരും, ഇവിടെ ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ, ട്രിപ്പിൾ എക്സൽ വരെ നമുക്കുണ്ട്. സ്മോൾ തൊട്ട് ട്രിപ്പിൾ എക്സൽ വരെ സൈസ്. ഇപ്പൊ ചൂട് വരുവാണല്ലോ, അപ്പൊ കോട്ടനാണ് എല്ലാം. എനിക്ക് ഭയങ്കര ഇത് പിന്നെ കുറച്ച് ഇന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ ചേട്ടാ, അപ്പൊ അത് കാരണം കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ നോക്കിട്ടാ. പക്ഷെ ഐ പ്രിഫർ കോട്ടൺ. കോട്ടനെ ആവുമ്പോ നമുക്ക് ഇടാനും സുഖമാണ്, വളരെ കംഫർട്ടബിൾ ആണ് ഇപ്പോഴത്തെ. ഇത് കളർ ബ്ലീഡിങ് വരില്ല, ഇല്ല. നമ്മൾ വാഷ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതല്ല. ശരി, അതാണ് ചിലപ്പോ ഇങ്ങനത്തെ ഈ ഇൻഡിഗോ ബ്ലൂ ഇടുമ്പോ നമ്മുടെ ഡ്രസ് നമ്മുടെ മേത്ത് വരെ ഇതിന്റെ കളർ. ഇത് പ്രീ വാഷിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് എടുക്കുന്നത്, അതുകൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവില്ല. ഇതൊരു ഫ്രോക്ക് ടൈപ്പ് നോക്കണം, ഫ്രോക്ക് ടൈപ്പ്. ഇങ്ങനത്തെ വലിയ പ്രിന്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പൊതുവെ വലിയ പ്രിന്റ് എനിക്ക്, പക്ഷെ ഇത് നന്നായിട്ടുണ്ട്. ഇത് ഇല്ലേട്ടാ നല്ല ഭംഗിയില്ലേ. ഇതുപോലത്തെ ഒരെണ്ണം എടുക്കണം. സ്ലീവ്സ് കുറച്ച് ലെങ്ത് കുറവായിരിക്കും, പോക്കറ്റ് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്ന എ ലൈൻ പോലെ. ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ മറ്റേ ആലിയ കട്ട്. ഇപ്പോഴത്തെ ഭയങ്കര തടിയായിട്ടിരുന്നപ്പം ആലിയ കട്ട് ഇടാൻ വേണ്ടിട്ട് എടുക്കുമ്പോ നമ്മൾ എടുക്കുന്നതൊക്കെ നമ്മൾ അതിൽ കൊള്ളുന്ന സൈസിനെക്കാട്ടി വളർന്നായുണ്ട്. അതെ അതെ, ഇത് കൊള്ളാം അല്ലേ, നന്നായി കൊള്ളാം. അതൊരു ഓർഗൻസ മെറ്റീരിയൽ, ഭയങ്കര സ്റ്റാൻഡേർഡ്. കൊള്ളാം അല്ലേ, നന്നായിട്ട്. ഇതൊക്കെ എന്ത് റേറ്റ് ആണ്? ആ റേറ്റേ ഉള്ളൂ.